അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഇതുപോലെ ചെയ്തിട്ട് ഉത്തരം കിട്ടിയ ദിക്റിനെ കുറിച്ചാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കാനും ഇത് വളരെ ഉത്തമമാണ്. എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഞാൻ ഈ ദിക്റാണ് ചൊല്ലാറ്. ഒരുപാട് ആവശ്യങ്ങൾ എനിക്ക് നിറവേറി കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് മഹത്വമേറിയ ഒരു ദിക്റാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിഷമങ്ങളും സങ്കടങ്ങളും മാറി സന്തോഷവും ഐശ്വര്യവും വരാൻ വേണ്ടിയുള്ള ഒരു ദിക്റാണിത്. ഇൻഷാ അല്ലാഹ് ഏതാണ് ഈ ദിക്ർ എന്നറിയണ്ടേ? യാദൽ ജലാലി വൽ ഇക്റാം. ഈ ദിക്റിനെ 1100 പ്രാവശ്യം നമ്മുടെ മനസ്സിൽ നിയ്യത്ത് കരുതി എൻ്റെ ഇന്ന കാര്യം നടക്കണമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലി നോക്കിക്കോളൂ. അത് ഉറപ്പായിട്ടും നമ്മുടെ ഏത് കാര്യമായിരുന്നാലും നടന്നു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ നിത്യവും ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗമാണിത്. നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ളവർക്ക് ഈ ദിക്റിനെ മുറുകെ പിടിക്കാം. 1100 പ്രാവശ്യം നമ്മുടെ മനസ്സിലെ വിഷമം എന്താണോ അത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണോ അത് മാറിക്കിട്ടുക തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ വിളിച്ചാൽ വിളിക്കുത്തരം കിട്ടുന്ന ഒരു പവർഫുൾ ദിക്റാണിത്. എത്ര പറഞ്ഞാലും ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ തീരില്ല. കാരണം അത്രയുമുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ എത്രമാത്രം മഹത്വമേറിയ, വിളിച്ചാൽ വിളിക്ക് ഉത്തരം കിട്ടുന്ന ദിക്റാണിതെന്ന്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ദിക്ർ ചൊല്ലണം. ആരും ചൊല്ലാൻ മറക്കരുതേ. അതുപോലെ തന്നെയാണ് നമ്മുടെ നമസ്കാരവും. നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ ചൊല്ലുമ്പോൾ മനസ്സറിഞ്ഞ് എൻ്റെ കാര്യം നടക്കുമെന്ന തീരുമാനത്തോടു കൂടി, ആ ഒരു പോസിറ്റീവ് മൈൻഡോടു കൂടി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങളെല്ലാം വീടാനുള്ള വഴി റബ്ബ് നമുക്ക് കാണിച്ചു തരുന്നതാണ്. വിശ്വാസത്തോടു കൂടി ചെയ്യൂ. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാനസികമായി ടെൻഷൻ അടിക്കുന്നവരുണ്ടാകും. അവർ ഈ ദിക്ർ മുറുകെ പിടിച്ചോ. കാരണം ഇത് അത്രയ്ക്കും പവർഫുള്ളാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.